ഹലോ, എല്ലാവർക്കും അവർ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു സിമ്പിൾ കറി ഉണ്ടാക്കുന്ന ഒരു തക്കാളിക്കറി. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് വേണ്ട ഐറ്റംസ്: സവാള 2 എടുത്തിട്ടുണ്ട്, തക്കാളി 1, പച്ചമുളക്, ഇഞ്ചി, വേപ്പില. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്, കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ ഐറ്റംസൊക്കെ ഓരോന്നായിട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഓരോന്നായി സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് അധികമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. ഇപ്പോൾ നമുക്കിനി പൊടികളൊക്കെ ഉപയോഗിക്കാം. ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപ്പ് ആവശ്യത്തിന് യൂസ് ചെയ്യാം. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് എരിവിന് അനുസരിച്ചിട്ട് പാകത്തിന് ഉപയോഗിക്കാം. ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ഐറ്റം തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാഗിയുടെ ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് ഉള്ളൊരു പൗഡറാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ ഇത് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായി തിളച്ചിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് കടുക് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം. എനിക്കിവിടെ ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.